ഹായ്, നമ്മൾ ലളിതകലാ അക്കാദമി ഹാളിലാണുള്ളത് കോഴിക്കോട്. ഇവിടെ ഇപ്പോൾ 2 എക്സിബിഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് രതീഷ് കാസർകോട്ട് നിന്ന് വന്ന രതീഷിൻ്റെ എക്സിബിഷനും, പിന്നെ തിരുവനന്തപുരം വർക്കല നിന്ന് വന്ന ഷാജുട്ടി എന്ന് പറയുന്ന കലാകാരൻ്റെ എക്സിബിഷനുമാണ് നടക്കുന്നത്. നമുക്ക് ആദ്യം രതീഷിൻ്റെ ചിത്രങ്ങളെ കുറിച്ചിട്ട് ഒന്ന് നോക്കാം. ഓക്കെ. രതീഷിൻ്റെ ചിത്രപ്രദർശനം രതീഷിൻ്റെ മദർ തന്നെയാണ് 2 ദിവസം മുമ്പ് ഉദ്ഘാടനം ചെയ്തത്. കാട് കനവ് കാഴ്ച എന്ന പേരിലാണ് പ്രദർശനത്തിൻ്റെ പേര് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ചിത്രങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ യുക്തി എന്താണെന്ന്. കാടുമായി ബന്ധപ്പെട്ടതാണ് എല്ലാ ചിത്രങ്ങളും തന്നെ. നമുക്ക് രതീഷിനെ ഒന്ന് പരിചയപ്പെടാം. രതീഷ് കാസർഗോഡ് എവിടെയായിട്ട് വരും? കാഞ്ഞങ്ങാടിൻ്റെ അടുത്താണ് അല്ലേ? എന്താ സ്ഥലപ്പേര് പറഞ്ഞു? പാരപ്പള്ളി. ഓക്കെ. പിന്നെ പ്രൊഫഷണലായിട്ട് പെയിന്റിങ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ. പിന്നെ മുമ്പ് ഇപ്പോൾ ഇത് അക്കാദമി സ്പോൺസർ ചെയ്ത എക്സിബിഷനാണ്. ഓക്കെ. പിന്നെ രതീഷിൻ്റെ 1-2 വർക്കുകൾ സെലക്റ്റഡ് ആയിരുന്നല്ലോ അക്കാദമിയുടെ. ഓക്കെ. അത് പ്രത്യേകമായിട്ട് നമ്മൾ ഫോട്ടോസ് ഓരോന്നും നോക്കുമ്പോൾ ഞാനത് പറയാം ഏതാണ്. ഓക്കെ. പിന്നെ രതീഷിൻ്റെ ചിത്രങ്ങൾ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. സാധാരണ ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ് ചെയ്യുന്നവർ വർണ്ണമനോഹരമായ ലാൻഡ്സ്കേപ്പുകൾ ഒന്നുകിൽ അവർ നേരിട്ട് പോയി കണ്ടിട്ട് അതിൻ്റെ ഇമേജ് എടുത്തിട്ട് അങ്ങനെ ചെയ്യും, അതല്ലെങ്കിൽ ഭാവനയെ കണ്ടിട്ട് ചെയ്യും. എന്നാൽ രതീഷിൻ്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ റോഡിൻ്റെ വശങ്ങളിലൊക്കെ ഇങ്ങനെ പച്ചപ്പ്, വനം എന്ന് പറയാൻ പറ്റുന്നില്ല, പച്ചപ്പൊക്കെ. ഇപ്പോൾ ഈ പാലക്കാട് ഷൊർണൂർ റൂട്ടിലൊക്കെ പോകുമ്പോൾ ഒരുപാട് പച്ചപ്പ് കാണും. അത് നമ്മളിപ്പോൾ ട്രെയിനിലിരുന്ന് നോക്കുമ്പോൾ നമ്മുടെ കണ്ണതിലൂടെ ഓടിക്കുന്നല്ലാതെ ഒരു ടൂർ പോകേണ്ട ഒരു സ്ഥലമൊന്നുമായിട്ട് ആർക്കും തോന്നാറില്ല. എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും അങ്ങോട്ടൊരു ആകർഷണം ഓവറോളായിട്ടുണ്ടെങ്കിൽ കൂടി മറ്റൊന്നും അതിനില്ല. എന്നാൽ രതീഷ് ചെയ്തിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് അതിലുള്ള സൗന്ദര്യമാണ് രതീഷ് പുറത്തു കൊണ്ടത്. അതാണ് എനിക്ക് രതീഷിൻ്റെ മഹത്വമായിട്ട്, രതീഷിൻ്റെ പ്രത്യേകത, സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. നമ്മളെ കണ്ണ് വെറുതെ കടന്നു പോകുന്ന കാഴ്ചകളെ കണ്ണ് പിടിച്ചിരുത്തുന്നു. അതാണ് രതീഷിൻ്റെ ചിത്രങ്ങൾക്ക് ഞാൻ കണ്ട വലിയൊരു ക്വാളിറ്റി. പിന്നെ എല്ലാ പിക്ചറുകളും 3D എക്സ്പീരിയൻസ് നല്ലപോലെ തരുന്നു. അത് രതീഷിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചറായിട്ട് ഞാൻ കാണുന്നു. നമുക്ക് രതീഷിനെ ഓരോ ചിത്രങ്ങളായിട്ട് കാണാം. രതീഷ്, ഇതൊരു സ്കെച്ച് പെൻ വർക്ക്, എന്താ പെന്ന് വർക്കാണ്, ഇങ്ക് പെന്ന്. രതീഷ് വളരെ അതീവ സങ്കീർണമായിട്ടാണ് ഇത് തോന്നുന്നത്. അതെ. അതിപ്പോൾ എത്ര അടുത്തേക്ക് നമ്മൾ വന്നാലും അതിൽ കുഴപ്പമൊന്നും കാണാനില്ല. അപ്പോൾ അത്രത്തോളം സൂക്ഷ്മം. ഇത് ലെൻസ് യൂസ് ചെയ്യുന്നുണ്ടോ ഇത് ചെയ്യുമ്പോൾ? ഇങ്ങനത്തെ വർക്ക് ചെയ്യുമ്പോൾ ഇല്ല. ഓക്കെ. അതിൽ ഹ്യൂമൻ ഫോംസ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇത് സിമിലർ വർക്ക്സ് ആരെന്തെങ്കിലും ഇൻസ്പയർഡ് ആയിട്ടുണ്ടോ? അതിൽ ഒന്നുമില്ല. ഓക്കെ. ഇത് മാത്രമേ ഉള്ളൂ പെൻ വർക്കായിട്ട് ഇവിടെ ഉള്ളതിൽ. പിന്നെ ഒരു ബുക്ക് തന്നെ അദ്ദേഹമുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത കുട്ടിക്കാലത്തുള്ള ചില ഓർമ്മകളെ ആസ്പദമാക്കിയിട്ടുള്ള ചെറിയ വർക്കുകളാണ്. ഓക്കെ. അത് വളരെ എന്താ പറയുക, ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വർക്കുകളാണ്. ചെറിയ കുറിപ്പുകളായിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ.
ഒരുപാടുണ്ട് അല്ലേ? ചെറിയതായിട്ട് നമ്മൾ ഓക്കെ 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 ഇങ്ങനത്തെ ഒരുപാട് ചിത്രങ്ങളും ഉണ്ട് അല്ലേ? അതിനെ ഒരു എന്താ പറയാ പഴയ ഒരു ഇതായിട്ട് ഉള്ള രൂപത്തിലേക്ക് അദ്ദേഹം മാറ്റി ക്രിയേറ്റ് ചെയ്തതാണ് ഇങ്ങനെ. ഓക്കെ 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 കൗങ്ങിന്റെ പാള കൊണ്ടാണ്. പിന്നെ രതീഷിന്റെ അമ്മ തന്നെയാണ് ഇത് ആദ്യം ഓല ഇതൊക്കെ ശരിയാക്കി കൊടുത്തത്. രതീഷിന്റെ അമ്മ, ഇന്നലെ രതീഷിന്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ദൗർഭാഗ്യവശാൽ എനിക്ക് ഇന്നലെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞില്ല. ഓക്കെ, ഇനി രതീഷിന്റെ ഈ പെയിന്റിങ് നമുക്ക് ഇതൊക്കെ നോക്ക്, നമ്മൾ പലയിടത്തും കാണുന്നതാണ്. ഇതൊന്നും കാടല്ല, ഇതാണ് സ്റ്റേറ്റ് എക്സിബിഷനിൽ സെലക്ഷൻ കിട്ടിയ ഒരു വർക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിന് അവാർഡും കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, വളരെ സ്വാഭാവികത, അതാണ് അതിന്റെ ചിത്രങ്ങളുടെ പ്രത്യേകത. ഇപ്പൊ നമ്മള് ഞാൻ ഒരു സംഗതി പറയും, ഇപ്പൊ നമ്മൾ ഈ വഴി കൂടെ കടന്നു പോകുമ്പോൾ ഇതൊന്നും നമ്മളങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ 2 ദിവസത്തേക്ക് നോക്കി പോകും, പക്ഷെ അതേ സംഗതി തന്നെ ഒരു ചിത്രമായി മാറിയപ്പോൾ നമുക്ക് അതിലേക്ക് തന്നെ നോക്കി നിൽക്കാൻ തോന്നിപ്പോകും. അതെ അതെ, സാധാരണക്കാരൻ കാണാത്ത സൗന്ദര്യത്തിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്, വലിയ കാര്യമാണത്. ഓക്കെ, പിന്നെ വേറൊരു പ്രത്യേകത ഞാൻ രതീഷിനെ ചിത്രങ്ങൾ കണ്ടത്, ലൈറ്റിനോട് ഭയങ്കര പിശുക്കുള്ള മാതിരി. ലൈറ്റ്, അതായത് പ്രകാശം ചിത്രത്തിൽ താരതമ്യേന കുറവായിട്ട് തോന്നും, ഒരു ഗ്ലൂം ഫീൽ ചെയ്യും. പക്ഷെ ആ ഗ്ലൂമിൻ്റെ ബ്യൂട്ടിയാണ് പുള്ളി കാണിക്കുന്നത്. സാധാരണ ലാൻഡ്സ്കേപ്പ് നോക്കുമ്പോൾ ഒരുപാട് പ്രകാശപൂരിതമായിരിക്കും, എന്നാൽ പുള്ളിയുടെയിലൊക്കെ ഒരു അതിന് വേറൊരു കാര്യം എനിക്ക് തോന്നിയത്, നമ്മുടെ കേരളം ഒരു 6 മാസത്തോളം മഴക്കാലം ഒക്കെ ആയിട്ടാണ്. ആ സമയത്തൊക്കെ തന്നെ നമ്മുടെ അന്തരീക്ഷത്തിനൊരു വെളിച്ചക്കുറവുണ്ട്. ആ വെളിച്ചക്കുറവുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് എനിക്ക് ചിത്രങ്ങളിൽ കൂടുതൽ തോന്നിയത്. ഇതിപ്പോൾ വീട്ടുമുറ്റത്തൊക്കെയുള്ള അതെ, ഒരാൾ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്, കാണാതെ പോണ്ട, എല്ലാ പൂർണ്ണതയോടും കൂടി ചിത്രീകരിച്ചിട്ടുണ്ട് അത്. ഓക്കെ 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 ഓക്കെ, അല്ല ഞാനത് ഒരിക്കലും കുറ്റമായിട്ടല്ല പറഞ്ഞത്, അതൊരു പ്രത്യേകതയാണ്, കാണാത്തൊരിതാണ്. ഈ ചിത്രം കണ്ടപ്പോഴാണ് ഞാൻ ഈ ഷൊർണൂർ പാലക്കാട് റൂട്ടിലുള്ള എൻ്റെ യാത്രയെക്കുറിച്ച് ഓർത്തത്. പുറത്തേക്ക് നോക്കിയിരിക്കാൻ എനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ട്രെയിനിൽ യാത്രയിൽ. അപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഒരുപാട് കാണും നമ്മൾ. എല്ലാം അക്രിലിക്കാണ് അല്ലേ? പിന്നെ ആ ബോർഡിന്റെ ഇതെന്ന് പറയും, ബോർഡ് ക്ലോത്ത് എന്താ ചെയ്തു എന്ന് പറഞ്ഞത് പർച്ചേസ് ചെയ്തിട്ട് ഫോം ബോർഡ് അല്ലേ, ഫോം ബോർഡിൽ ഒട്ടിച്ചതാണ്. ഓക്കെ ഓക്കെ, ഇതാണ് ഇതും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയില്ല. ഇതാണ് രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ചിത്രം. അത് നിങ്ങൾ ഉദ്ദേശിച്ചത് വെള്ളത്തിന്റെ ഒഴുക്ക് അവിടെ ഉണ്ടോ, ചളിവെള്ളം ആണല്ലേ? പക്ഷെ കാഴ്ചക്കാരന് വേറൊരു പ്രതീതി കൂടി തോന്നും. ഈ മഴ കഴിഞ്ഞ ഉടനെ ഇങ്ങനെ ചളി എല്ലാം കൂടി കാരണം അവിടെ മൂവ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട്, ഫോർഗ്രൗണ്ടിൽ ഒരു മൂവ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഐദർ വേ അത് ഓക്കെ ഓക്കെ, ഇത് എനിക്ക് വളരെ ഇഷ്ടമായി. ഇനി ചെറിയ 4 വർക്കുകളുണ്ട്. ചെറിയ വർക്കിൽ സൂക്ഷ്മത ഭയങ്കരമായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. കോണിപ്പടിയുടെ മുകളിൽ നിൽക്കുന്ന പടി എന്ന് പറഞ്ഞാൽ ഗ്രാമീണമായ ഒരു കാഴ്ചയാണത്. ആ പ്രകാശം വളരെ മനോഹരമായിട്ട് തോന്നുന്നു. അത് ചെടികളുടെ ഇടയിലൂടെ ആകാശം കാണുന്നത്, അവിടെ ഒരു മനുഷ്യരൂപം കൂടി കൊടുത്തപ്പോൾ അത് അതിമനോഹരമായി. ഇവിടെ തെയ്യത്തിൻ്റെ രൂപമുണ്ട്, അത് ശ്രദ്ധിക്കാതെ പോയി ഞാൻ. തെയ്യമല്ലേ അത്? അല്ല, അതേ തെയ്യം തന്നെ അതേ പടി ഇറങ്ങി വരികയാണ്. ഇതൊരു വഴിയോര കാഴ്ച, ഗ്രാമങ്ങളിലെ വഴിയോര കാഴ്ച. കുറച്ച് പിള്ളേരാ തോന്നുന്നു അവിടെ ഇരിക്കുന്നത്. ഒരു ലേഡി ഫ്രെയിമിലേക്ക് എൻ്റർ ചെയ്യുന്നു. തെയ്യാണ് അല്ലേ? ഓക്കെ 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 ഓക്കെ. ഓ അങ്ങനെ, കർക്കിടക തെയ്യം. ഓ അപ്പൊ ഇത് 4 തെയ്യം കോമൺ ഫാക്ടർ ആയിരുന്നു അല്ലേ? ഓക്കെ. ഇതിൽ ഹ്യൂമൻ ഫോം ഇല്ലല്ലോ. ഓക്കെ ഓക്കെ.
ചെറിയ വർക്കാണ്, വളരെ മിനിയേച്ചർ വർക്കാണത്. എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്ന് ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന വർക്കാണ്. അതൊക്കെ ഡിപ്പെൻസ് അപ്പോൺ ദ ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു വർക്കാണ്. ഇത് നമ്മളെ ആനുകാലികമായിട്ടൊരു പ്രശ്നത്തെ കൂടി വെളിച്ചം വീശിയാണ്. കരിങ്കൽ ക്വാറിയാണ്. ഇത് അവിടെ സ്ഥലങ്ങളാണ്. ആ സ്ഥലം ഏതാ പറഞ്ഞു? ഇത് വീരമലക്കുന്ന് എന്ന് പറയും. വീരമലക്കുന്ന് എന്ന് പറഞ്ഞ കാസർഗോഡ് ജില്ലയിലുള്ള ഒരു സ്ഥലമാണ്. ഇത് ഒരുപാട് ഉള്ളിലോട്ടുണ്ടായിരുന്ന മലയാണ്. ഓക്കെ ഓക്കെ. പിന്നീട് റോഡിന്റെ ആവശ്യത്തിനായിട്ട് മണ്ണെടുത്ത് ഇത് ശവപ്പറമ്പാണ്. ശരി, ഇതൊരു ശവപ്പറമ്പായിരുന്നു. ഇപ്പൊ കാണുന്ന ഭാഗത്തൊക്കെ ഒരു കുന്നായിരുന്നു. അത് മുഴുവൻ ഇടിച്ചു നിരത്തിയല്ല, അവിടുന്ന് മണ്ണെടുത്ത് കൊണ്ടുപോയി ഈ അവസ്ഥയായി. അത് നല്ലതാണോ ചീത്തയാണോ രണ്ട് വശവും ഉണ്ടാവാം. ആണല്ലേ? ഓക്കെ. ഇത് കാസർഗോഡ് ടൗൺ ഭാഗത്ത് നിന്ന് എത്ര ഉള്ളോട്ടുള്ള സ്ഥലം? നീലേശ്വരം കഴിഞ്ഞിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതൊരു ക്ഷേത്രമാണെന്ന് തോന്നുന്നു അല്ലേ? മട്ടലായി ക്ഷേത്രമാണ്, ശ്രീരാമസ്വാമി ക്ഷേത്രം അല്ലേ? അത് മുകളിൽ നിന്ന് താഴോട്ട് ഹനുമാൻ ക്ഷേത്രം. ഓക്കെ ഓക്കെ. മുകളിൽ നിന്ന് താഴോട്ട് കാണുന്ന ഒരു പിക്ചറൈസേഷനാണ്. ഇത് കുരുമുളക് വള്ളിയാണ് അല്ലേ? ഓക്കെ ഓക്കെ. അതേമാതിരി എനിക്കിഷ്ടമായ രണ്ടാമത്തെ ഇമേജാണിത്. ഓക്കെ 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 ഓക്കെ. ഇത് ആ അവാർഡ് കിട്ടിയ പിക്ചറിനോട് എന്തൊക്കെയോ ചില സാമ്യങ്ങൾ തോന്നുന്നു. ആണല്ലേ? കാരണം ഇതിൽ ഞാനൊരു വാട്ടർ വേ നടുവ് കൂടെ കടന്നു പോന്നിട്ട് എനിക്ക് തോന്നുന്നു, എൻ്റെ മനസ്സ്. ഓ അത് ശരി. ഓക്കെ 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 ഓക്കെ. ബേക്കൽ കോട്ടയുടെ ഓക്കെ 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 ഓക്കെ. ഇതില് ഇരുളിന്റെ സാന്നിധ്യം കൂടുതൽ അനുഭവപ്പെട്ടു അല്ലേ? ഓക്കെ. ഇതാ ഇവിടെ ഗുളികരൂപമുണ്ട്. ഓക്കെ 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 ഓക്കെ. ഇവിടെ ഒരു പ്രതിഷ്ഠ കാണുന്നുണ്ട്. മൊബൈൽ അടുത്തേക്ക് കൊണ്ടുമ്പോൾ നല്ല ക്ലാരിറ്റിയോടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉള്ള നോട്ടത്തിൽ അത് ശ്രദ്ധപ്പെടാതെ പോയേക്കാം. യാ ഓക്കെ ഓക്കെ ഓക്കെ. വാർണിഷ് ചെയ്താണ് അല്ലേ? ഓ ഓ ഓ. പിന്നെ ഈ സെൻറ്റേഡ് ഗ്ലോ അങ്ങനെയുള്ള ഇതിപ്പോൾ രണ്ടാമത്തെ ഇമേജ്, അതിൽ ഒരു ഹ്യൂമൻ ഫോമും കൂടി ഉണ്ടായിരുന്നു. ഇതിലിപ്പോൾ അതില്ല. അതിനൊരു പ്രത്യേക സൗന്ദര്യമുണ്ട്. ഇവിടെ ഈ ഇമേജിലും ഒരു ഹ്യൂമൻ എലമെൻ്റ് ഉണ്ട് അല്ലേ? ഫ്രണ്ടിട്ട് നടന്നു പോവാണ്. അങ്ങനെ ആ പേഴ്സണെ ഇൻക്ലൂഡ് ചെയ്യാൻ അവിടെ മോഡൽ അങ്ങനെ നടന്നത് എന്തെങ്കിലും സ്ഥലമുണ്ട്. പക്ഷെ അതിപ്പോ ഒരുപാട് വികസിച്ചിട്ട് വന്നു. പക്ഷെ എന്റെ കുട്ടിക്കാലത്തുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ്. ഒരുപാട് ഇത് ഒരു ലാൻഡ്സ്കേപ്പ് മോഡല്. യാ ഒരു വർക്കിന് ഏകദേശം എത്ര? ഏകദേശം നേരത്തെ ഇന്നലെ പറഞ്ഞതിനോട് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നു. 2-3 മണിക്കൂർ കൊണ്ട് സ്പോട്ട് പോയിട്ട് ചെയ്തതാണ് അല്ലേ? ഈസൽ ഇല്ലാതെയാണ് ചെയ്തത്. ബോർഡ് കൊണ്ടുപോകും. അപ്പൊ എന്തിൽ ചാരി വെക്കും? അതുമ്പോ ചാരി വെച്ചിരിക്കും. അയ്യോ ഗ്രേറ്റ്. അതിമനോഹരം. ഇത് ചെറുത് കുറച്ചും കൂടി അല്ലേ? അതങ്ങനെ ക്വിക്കായിട്ട് ചെയ്യാം. ഗ്ലാസ് ഉള്ളതുകൊണ്ടേ റിഫ്ലക്ഷൻ. മിനിയേച്ചർ വർക്ക്സ് ആണ്. ഇതൊക്കെ കണ്ട ഫോട്ടോ ആണെന്നേ തോന്നുള്ളൂ. ഇതൊക്കെ ഞാൻ വിളിക്കാം. അങ്ങോട്ട് ചെന്ന് പേപ്പറാണേ.
ഇത് കാടല്ല, ഇതൊന്നും തന്നെ കാടല്ല. പ്രാന്തപ്രദേശങ്ങളിലെ നഗരവൽക്കരണം, ചില ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ കെട്ടിടങ്ങളും എല്ലാം തന്നെ രതീഷ സ്പോട്ടിൽ പോയിട്ട് വരയ്ക്കുന്നതാണ്, സങ്കല്പങ്ങളല്ല. ഇതൊക്കെ തന്നെ കാസർഗോഡ് ഭാഗത്തുള്ള ബിൽഡിങ്ങുകളാണ്, സ്കൂളുകളാണ് ചിലത്. ഇത് ബോർഡ് തന്നെ സർക്കുലർ ഇതിൽ കട്ട് ചെയ്താണ് അല്ലേ? ക്യാൻവാസ് ആണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതൊക്കെ തരുന്ന രതീഷ് ആദ്യമായിട്ടാണോ കാലിക്കറ്റ് എക്സിബിഷൻ നടത്തുന്നത്? സോളോ ആദ്യമായിട്ടാണ്. സോളോ മറ്റേതിൽ വന്നിട്ടുണ്ട്, ഗ്രൂപ്പുകളിൽ വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ കേരളത്തിൽ വേറെ എവിടെയെങ്കിലും എക്സിബിഷൻ? മലപ്പുറം, എല്ലാം കഴിഞ്ഞതാണ്. ഓ അത് ശരി. കോഴിക്കോട് വൈകിയതാണ് അല്ലേ എത്താൻ? ട്രിവാൻഡ്രം ചെയ്തിരുന്നോ? എറണാകുളം ക്യാമ്പിന്റെ ഭാഗമായിട്ടുള്ള ഷോ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ 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 ഓക്കെ. എല്ലാ ചിത്രങ്ങളും നല്ല നിലവാരം പുലർത്തുന്നതാണ്. മോശം എന്ന് പറയാൻ ഒരു ചിത്രം പോലും ഇല്ല. ഗ്രേറ്റ് വർക്ക്സ് ആണ്. പിന്നെ സെയിലും ചെയ്യാറില്ലേ? ഇല്ലേ? ഓക്കെ ഓക്കെ. എവിടെയെങ്കിലും ഇങ്ങനെ ശരിക്കും പറഞ്ഞതൊക്കെ ഹോട്ടലുകളിലൊക്കെ ഒരുപാട് സാധ്യതയുള്ള ഇമേജുകളാണ്. ഓക്കെ 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 ഓക്കെ. ഒത്തുവരട്ടെ. അപ്പോൾ അതേമാതിരി ഈ ചെറിയ വർക്ക്സ് എല്ലാം, ചെറിയ വർക്ക്സ് നല്ല പെർഫെക്ഷൻ ഉണ്ട്. അടുത്തുനിന്ന് പോയി നോക്കുമ്പോൾ ഗ്രേറ്റ്, റിയലി ഗ്രേറ്റ്. പൊതുവേ കലാലോകം കേരളത്തിലൊക്കെ നല്ലതായി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. തൊട്ടുമുമ്പ് കാണിച്ച കുട്ടികളുടെ എക്സിബിഷനിൽ ഞാൻ വളരെ ഇമ്പ്രസ്ഡായി. അപ്പോൾ രതീഷ് ഇനിയും ഈ ഇതിൽ തന്നെ തുടരൂ. ഓൾ ദ ബെസ്റ്റ് പറയാം കേട്ടോ. ഓക്കെ ഓക്കെ റൈറ്റ്.